മുല്ലപ്പെരിയാർ ഡാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും. ഞാനും ഇരുന്ന് കാണുന്നുണ്ട്. പേടിയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടിക്കാതിരിക്കൂടെ. ഈ സാധനം പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ അവസ്ഥ എന്നുള്ളത് ഓരോരുത്തർ പറയുമ്പോൾ അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. വയനാട് ഒരു ദുരന്തം ഇപ്പോഴാണ് കഴിഞ്ഞത്. ഇനിയൊരു ദുരന്തം കേരളത്തിന് താങ്ങാനും പറ്റില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ആരാണെങ്കിലും പേടിക്കും. പേടിക്കരുത് എന്ന് പറയാം. പക്ഷെ പേടിക്കരുതെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇത് ഇത്രത്തോളം പഴക്കമുള്ള ഒരു സാധനം നോക്കിയിട്ട് പേടിക്കരുതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കാതിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഈ പേടിക്കരുത് എന്ന് ആളുകൾ പറയുമ്പോൾ, അല്ലെ ഇത് പൊട്ടില്ല എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുക്കാത്തതിൻ്റെ പ്രശ്നം. ഇതൊന്നും ഇതിൻ്റെ കാലപ്പഴക്കമാണ്. അവിടെ എത്രത്തോളം വർക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഒരു പഴയൊരു എന്തെങ്കിലും ഒരു വസ്തു നമ്മളതെന്ത് ചെയ്തു, സ്ട്രെങ്തനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കുറേ വർക്ക് ചെയ്തു. ഈ എത്ര വർക്ക് ചെയ്താലും ബേസിക് കോർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പഴയ സാധനത്തിന് മുകളിലാണല്ലോ വർക്ക് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഈ പഴയ സാധനം അവിടെ എക്സിസ്റ്റിംഗ് ആണല്ലോ. അത് പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ പുതിയത് വെക്കുന്നതല്ല. ഈ പഴയതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ വർക്കുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ എത്ര സ്ട്രെങ്തനിങ് വർക്ക് ചെയ്താലും ഈ ഡാമിൻ്റെ കാലപ്പഴക്കം എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉള്ളിടത്തോളം കാലം ജനങ്ങൾക്ക് എപ്പോഴും ഇതിൻ്റെ മുകളിലൊരു പേടി ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ മഴ പെയ്യുമ്പോഴും വയനാട് പോലത്തെ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും ഏറ്റവും പെട്ടെന്ന് ഓടിപ്പോകുന്നത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ മുകളിൽ തന്നെയാവും എല്ലാവരുടെ കണ്ണും സംസാരവും. അപ്പോൾ അതിലാർക്കും എന്ത് പറയാൻ പറ്റില്ല, തെറ്റ് പറയാൻ പറ്റില്ല. ചർച്ചകൾ ഒരു വഴിക്ക് അങ്ങനെ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു റിപ്പോർട്ട് കണ്ടു, മുല്ലപ്പെരിയാർ സ്ഥിതിഗതികൾ വിലയിരുത്താൻ യോഗം, പുതിയ ഡാം എന്ന കേരളത്തിൻ്റെ ആവശ്യം ചർച്ചയാകും. പുതിയ ഡാം, ഈ പുതിയ ഡാം വേണോ? ഇപ്പോഴുള്ള ഡാം ഡീകമ്മീഷൻ ചെയ്തിട്ട് ഇനിയൊരു ഡാമിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കേണ്ട, അങ്ങനെ നമ്മൾ ആലോചിക്കണോ? അതോ ഇനി ഇതിന് വേറെ എന്തെങ്കിലും ഒരു വഴി, തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ടണൽ, മല തുറന്ന ഒരു ടണലൊക്കെ ഇട്ടിട്ട് അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊടുക്കാനുള്ള ഒരു സിസ്റ്റം കണ്ടുപിടിക്കണം? അങ്ങനെയൊക്കെ ചർച്ചകളും ഒരു വഴിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ കംപ്ലീറ്റ് സാധനവും കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയുകയാണ്. തെറ്റായിരിക്കാം, ആക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യേണ്ടാത്തവർക്ക് തെറി വിളിച്ചിട്ട് പോവാം. ഓക്കെ, ഈ തുംഗഭദ്ര ഡാമിൻ്റെ ഒരു ഷട്ടർ പൊട്ടിപ്പോയിട്ട് ആകെ വെള്ളമൊക്കെ ഒലിച്ച് ഭയങ്കര സീനായി. ആ വിഷയങ്ങളും കൂടി ആയപ്പോൾ ചർച്ചകൾ മുറുകി, ഇല്ലേ? അപ്പോൾ ഈ ചർച്ചകൾ മുറുകിയ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് പുതിയ ഡാം വന്നോട്ടേതാണ്. പുതിയ ഡാം വരുന്നത് അത്ര നല്ലതല്ല പ്രകൃതിക്ക്. പുതിയ ഡാം എന്നുള്ള ചിന്ത പോകുമ്പോൾ തന്നെ അത് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ളത് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിയവർക്കറിയാം. ഓക്കെ, കാരണം ഇനിയും വനഭൂമി കയ്യേറണം, വർഷങ്ങളെടുക്കും ഇനി പുതിയൊരു ഡാം. ആൻഡ് പൈസ 2011 600 കോടിയായിരുന്നു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് കേരളം വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ 1500 കോടി രൂപേനെ മുകളിൽ വരും ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഡാം ഇനി പണിയണം എന്നുണ്ടെങ്കിൽ, മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയൊരു ഡാം പണിയണമെങ്കിൽ. പിന്നെ അവിടെ വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകൃതി വീണ്ടും എന്ത് ചെയ്യാണ്, ഇടിച്ച് പൊളിച്ച് പുതിയൊരു ഡാമിന് വീണ്ടും സ്ഥലമെടുത്ത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പുതിയ ഡാമിനുള്ള റേറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ അവസ്ഥയിൽ 1500 കോടീൻ്റെ മുകളിലാണ് പുതിയൊരു ഡാം പണിയണമെങ്കിൽ അവിടെ ഏകദേശം എസ്റ്റിമേറ്റഡ് പ്രൈസ് കേരള ഗവൺമെൻറ് കാണുന്നത്. അപ്പോഴാണ് ഞാൻ ഒരു കാര്യങ്ങൾ ചിന്തിച്ചത്. അതായത് കേരളത്തിലെ ഇത്രയും ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭയങ്കര ഭീഷണിയാണ് ഈ ഡാം. ഇത് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളമില്ല, അപ്പുറത്തെ സൈഡിൽ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ വെള്ളവും ഇല്ല. അപ്പം തമിഴ്നാട് ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ചിന്തിക്കില്ലേ? ഒരു സൊല്യൂഷൻ വേണ്ട, അവർ ചിന്തിക്കുമല്ലോ. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താ, കോടതി പോവും, കേരളം എന്തെങ്കിലും പറയും, തമിഴ്നാട് ഡിഫെൻഡ് ചെയ്യും, തമിഴ്നാട് ജയിക്കും, തമിഴ്നാട് പോവും. ഈ ഒരു സ്കീമിലാണ് കാര്യങ്ങൾ പോണത്. പിന്നെ ഇവിടുത്തേക്ക് ഗവൺമെൻറ് ഒഫീഷ്യൽസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ, മന്ത്രിമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുക എന്താ, ഡാം സേഫാണ്, ഒരു കുഴപ്പമില്ല. അപ്പോഴും ഞാൻ ചിന്തിച്ചു, തമിഴ്നാടിന് വെള്ളം എന്നുള്ളത് അവർക്ക് ഭയങ്കര വികാരമാണ്. തണ്ണി എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾ വെള്ളം എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും ഈ തണ്ണി എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ജീവിതം തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് തണ്ണിയാണ് അവർക്കെല്ലാം. അവർ വെള്ളം വേസ്റ്റ് ആക്കുക, തണ്ണി ഇല്ലാതാവുക എന്നുള്ളൊരു കാര്യം അവരെ കൊണ്ട് ആലോചിക്കാനേ പറ്റില്ല. അപ്പം അങ്ങനൊരു സമയത്ത് മുല്ലപ്പെരിയാർ ഡാം ഇല്ലാതാവുമ്പോൾ തണ്ണി എന്ത് ചെയ്യും?
തണ്ണി എവിടെയെന്നുള്ളത് അവർ ചിന്തിക്കും. അവർ ചിന്തിക്കാതിരിക്കില്ല ഒരിക്കലും. അപ്പോൾ അവിടെയുള്ള ജനങ്ങളിലേക്ക് അവിടുത്തെ ഗവൺമെൻറ് പറയുന്നത് എന്താ? മുല്ലപ്പെരിയാർ ഡാം സേഫാണ്, ഒരു വിഷയവുമില്ല, തണ്ണിക്കൊന്നും ഒരു പ്രശ്നവും വരില്ല, മുല്ലപ്പെരിയാർ ഡാമിന് ഇനഫ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്, അത് സ്ട്രെങ്തൻ ചെയ്ത് വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള ജനങ്ങളിലേക്ക് തമിഴ്നാട് ഗവൺമെൻറ് കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ ഈ തണ്ണി എന്ന് പറഞ്ഞ വികാരം ഇവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ അത് വോട്ടാവും. ഇപ്പോൾ ഈ തമിഴ്നാട് വോട്ട് ബാങ്കിൻ്റെ ഒരു മേജർ പോർഷൻ കിടക്കുന്നത് ഈ മുല്ലപ്പെരിയാർ ചുറ്റിപ്പറ്റിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഒരു 7 ജില്ലകളിൽ തമിഴ്നാട് ചുറ്റിപ്പറ്റിയുള്ള ഒരു 7 ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ടുപോയി അഗ്രികൾച്ചർ ബാക്കി കാര്യങ്ങളൊക്കെ നടത്തുന്ന 7 ജില്ലകൾ അവർ മേജർ വോട്ട് ബാങ്കാണ് ഇവർക്ക്. അപ്പോൾ ആ വോട്ട് ബാങ്കിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ മുല്ലപ്പെരിയാർ തണ്ണി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർക്കൊരു വികാരമാണത്. ഈ പെനി കുക്കിൻ്റെ മറ്റേ സ്റ്റാച്ചു ഒക്കെ വെച്ച് അവർ ആരാധിക്കുന്നുണ്ടല്ലോ, അമ്പലമൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെയുള്ളൂ. അപ്പോൾ അവർക്ക് വോട്ട് ബാങ്കാണ്. അപ്പോൾ അവർക്ക് എന്താണ്, തമിഴ്നാട് പൊളിറ്റീഷ്യൻസിന് ഇത് മുതലെടുത്തിട്ട് മുല്ലപ്പെരിയാർ തണ്ണി ഈ സാധനമൊക്കെ അത് മുതലെടുത്തിട്ട് അവരത് വോട്ടാക്കും. അതിനുള്ള കളികൾ അവർ മാക്സിമം കളിക്കും. അത് അവർ കൊണ്ടിരുന്ന ഓരോ പ്രൊജക്റ്റിലും. അങ്ങനെ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചും കൂടിയാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ കേരളത്തിലൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള പല വ്യവസായ പ്രമുഖരുടെ വ്യവസായങ്ങളും കിടക്കുന്നത് തമിഴ്നാട്ടിലാണ്. കേരളം അത്ര ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി സ്റ്റേറ്റ് ഒന്നുമല്ല, പക്ഷെ തമിഴ്നാടാണ്. ഇവിടുത്തെ പല രാഷ്ട്രീയക്കാർക്കും മത നേതാക്കന്മാർക്കും പല ബിസിനസ്സുകാർക്കും ഒക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത് തമിഴ്നാട്ടിലും കർണാടകയിലുമാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ ഇത്രത്തോളം ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളപ്പോൾ ഇവർ പ്രത്യേകിച്ച് ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂവിൽ വലിയ ഇനീഷ്യേറ്റ് ചെയ്യില്ല, ഒരിക്കലും എടുക്കില്ല. പിന്നെ ഇതിന് മുമ്പ് നമ്മളെ ഭരിച്ചിട്ട് പോയവർ അവർ തമിഴ്നാടിൻ്റെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങി എത്ര വാങ്ങി എന്നുള്ളതൊന്നും നമുക്കറിയാൻ പാടില്ല. ഇപ്പം ഇത്രത്തോളം സെൻസിറ്റീവ് ഇഷ്യൂ ആകുമ്പോൾ ഇപ്പോൾ വാങ്ങൽ ചിലപ്പോൾ കുറഞ്ഞു കാണും. പക്ഷെ ഇതിന് മുമ്പ് വാങ്ങിയവരൊന്നും വാങ്ങിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിൻ്റെ കണക്കും സാധനങ്ങളൊക്കെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ കയ്യിലുണ്ടാവും. സോ കേരളത്തിലുള്ള രാഷ്ട്രീയക്കാർ എന്തെങ്കിലും ഉൾട്ടടിച്ചു കഴിഞ്ഞാൽ അവരെടുത്ത് പുറത്തിടും. മക്കിയിട്ട് പോയില്ലടാന്ന് ചോദിക്കും. അതൊരു വിഷയം. ഇനി മെയിൻ കാര്യത്തിലേക്ക് വരാം. 1500 കോടി രൂപയ്ക്ക് പുതിയൊരു ഡാമെന്ന് കേരളം പറയുമ്പോൾ ഇപ്പുറത്ത് തമിഴ്നാട് എന്ത് ചെയ്തിട്ടുണ്ടറിയോ? ഏകദേശം 1600 കോടീൻ്റെ പുതിയൊരു പ്രൊജക്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാർ റിലേറ്റഡ് ആയിട്ട്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഞാനിവിടെ നിങ്ങൾക്ക് വെച്ച് തരാം. ഓക്കെ, ഇതാണ് ആ ഒരു സ്ക്രീൻഷോട്ട്. മുല്ലപ്പെരിയാർ ഡ്രിങ്കിങ് വാട്ടർ പ്രോജക്റ്റ് ഫോർ മധുരൈ സിറ്റി നിയറിംഗ് കംപ്ലീഷൻ. The much awaited Mullaperiyar drinking water project, which is being executed under the Amrut scheme at a cost of 1295 കോടി രൂപ. ഒന്ന് ആലോചിക്കുക നിങ്ങൾ. മധുരൈ സിറ്റിയിലേക്ക് 24/7 ആ സിറ്റിയിൽ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അവർ പ്രൊജക്റ്റ് ഇട്ടിരിക്കുകയാണ്. അത് മുല്ലപ്പെരിയാർ ഡ്രിങ്കിങ് വാട്ടർ പ്രോജക്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അവിടെ അവർ ഉപയോഗിച്ചിരുന്നത് മുല്ലപ്പെരിയാർ ഡ്രിങ്കിങ് വാട്ടർ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിന് വേണ്ടി മാത്രം തമിഴ്നാട് ഗവൺമെൻറ് ചിലവാക്കിയിരിക്കുന്നത് 1295 കോടി രൂപ. അതായത് കേരളം 1500 കോടിക്ക് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് അവിടെ പുതിയൊരു ഡാം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ മുല്ലപ്പെരിയാറിലെ വെള്ളം മാത്രം കണ്ടുകൊണ്ട് മധുരൈ സിറ്റി, തമിഴ്നാട്ടിലെ ഒരു സിറ്റിക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി മാത്രം തമിഴ്നാട് കണ്ട പ്രൊജക്റ്റ് 1200 കോടി രൂപേൻ്റെ പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റ് നിയർ കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ 2025 ആകുമ്പോഴത്തേക്ക് മധുരൈ സിറ്റിയിലെ ഓരോ വീട്ടിലേക്കും മുല്ലപ്പെരിയാറിൻ്റെ വെള്ളം എത്തും എന്നുള്ളതാണ് ഈ പ്രൊജക്റ്റ് വഴി അവരാളുകളിലേക്ക് എത്തിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഡീറ്റെയിലിങ് നമ്മുടെ ഒരു ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ചാനലിൻ്റെ സ്ക്രീൻഷോട്ടും പേരും ഞാനിവിടെ വയ്ക്കുന്നുണ്ട്. ലൈഫ് ട്രാവൽ ബൈ അനൂപ് എം ജോയ്. ഈ ചാനലിൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ കുറേ വീഡിയോസ് കാണാം മുല്ലപ്പെരിയാർ റിലേറ്റഡ് ആയിട്ട്. അങ്ങനെ ഒരു കൊല്ലം മുമ്പ് വന്നൊരു വീഡിയോ ആണ് മുല്ലപ്പെരിയാർ ആരും അറിയാതെ തമിഴ്നാടിൻ്റെ 1700 കോടിയുടെ രഹസ്യ പദ്ധതി. ഈ പദ്ധതി ഈ അമൃത് പ്രൊജക്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആൻഡ് ഈ പറഞ്ഞ വ്യക്തി ഈ ചാനലിൽ തമിഴ്നാട്ടിലൊന്ന് റൗണ്ട് അടിച്ചു ഈ പദ്ധതി പ്രദേശങ്ങളിലൂടെ. അന്ന് ആ വ്യക്തി പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. 2011 സെൻസസ് പ്രകാരം തമിഴ്നാട്ടിലെ മധുരൈ നഗരത്തിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 14,70,000 ആണ്. അപ്പോൾ അത്രയും പേർക്ക് വേണ്ടി ഇത്രയും നാളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് 192 ദശലക്ഷം ലിറ്റർ വെള്ളമാണ് ഓരോ ദിവസവും അവർക്ക് ആവശ്യം. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജനസംഖ്യാ വർധനവ് മൂലമോ
അല്ലെങ്കിൽ പുതിയ വ്യവസായങ്ങൾ വന്നതിൻ്റെ പേരിലൊക്കെ ആയിട്ട് ആ വെള്ളമൊന്നും അവർക്ക് തികയുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്കൊരു 317 ദശലക്ഷം ലിറ്റർ വെള്ളം വേണമെന്നാണ് അവിടുത്തെ ആളുകളുടെ ഒരു കണക്കെന്ന് പറയുന്നത്. അപ്പോൾ നിലവിലുള്ളതിനേക്കാൾ ഒരു 125 ദശലക്ഷം ലിറ്റർ വെള്ളവും കൂടി പ്രതിദിനം അവർക്ക് വേണം. അതായത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 192 ദശലക്ഷം ലിറ്റർ വെള്ളം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വൈഗൈ ഡാമിൽ നിന്നും വൈഗൈ നദിയിൽ നിന്നും കാവേരി പ്രൊജക്റ്റിൽ നിന്നൊക്കെയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കൂടാതെ 125 ദശലക്ഷം വെള്ളവും കൂടി അഡീഷണൽ അവർക്ക് ഓരോ ദിവസവും ഇപ്പോൾ ആവശ്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അമൃത് എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് അവർ ഈ 125 ദശലക്ഷം ലിറ്റർ വെള്ളം ഓരോ ദിവസവും അഡീഷണൽ വേണ്ടത് അവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി അവർ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതായത് നിലവിലുള്ളതിനേക്കാൾ 2,80,000 പുതിയ പൈപ്പ് കണക്ഷനും പുതിയ ടാപ്പുകളും കൊടുത്തുകൊണ്ട് കൂടുതൽ വെള്ളം അവിടെ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ പദ്ധതി. അപ്പോൾ ആ വെള്ളം മുല്ലപ്പെരിയാറിൽ നിന്നും അവിടെ എത്തിക്കണം, അതാണ് അവരുടെ പരിപാടി. ഈ സ്ഥലമാണ് നമ്മുടെ പ്രൊപ്പോസ്ഡ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതായത് മുമ്പ് ഞാൻ പറഞ്ഞു തന്നത് പദ്ധതി എന്തായിരുന്നു അവരുടെ ഉദ്ദേശം എന്നുള്ളതാണ്. ഇനി എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്, എന്താണ് ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് അവർ തമിഴ്നാട് ഒഴുക്കി കൊണ്ടുവരുന്ന വെള്ളമാണ്. അതായത് പെരിയാർ പവർ സ്റ്റേഷനിലൊക്കെ കറണ്ടൊക്കെ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം വരുന്ന വെള്ളമാണ് ഈ വരുന്നത്. അപ്പോൾ ഈ വെള്ളമാണ് ഇവിടുത്തെ കൃഷിക്ക് എല്ലാം വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് കൃഷിക്കെല്ലാം ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ വെള്ളം വരുമ്പോൾ കൂടുതൽ വെള്ളം ഇതിൽ തുറന്നു വിടുകയും കൂടുതൽ വെള്ളം അവർ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ഈ പുതിയ കെട്ട് ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെക്ക് ഡാമാണ് ഇവർ പ്രൊപ്പോസ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ കൊണ്ടോ കുറേ സിമെൻറ്റും ചാക്കും ഒക്കെ ഇറക്കി വെച്ചേക്കുന്നത് കാണാം. ഇപ്പോൾ ഈ കാണുന്ന ഈ കെട്ടൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ചേക്കുന്നതാണ്. അതിവിടെ ചെക്ക് ഡാം പണിതിട്ട് ഞാൻ പറഞ്ഞ പോലെ പ്രതിദിനം അവർക്ക് ആവശ്യമായിട്ടുള്ള 125 ദശലക്ഷം ലിറ്റർ വെള്ളവും കൂടി പ്രതിദിനം ഇവിടുന്ന് മധുരയിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ്. അതായത് നിലവിൽ മുല്ലപ്പെരിയാറിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളത്തിൽ നിന്നും അധികമായി 125 ദശലക്ഷം ലിറ്റർ വെള്ളം മധുരയിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് അവരുടെ പദ്ധതി. ഇതാണ് ഈ പദ്ധതി പ്രദേശം. അപ്പോൾ ഇവിടെ നിന്ന് കാണാം ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം 150 കിലോമീറ്റർ ദൂരമുണ്ട് മധുരൈ നഗരത്തിലേക്ക്. അപ്പോൾ ഇവിടുന്ന് ഈ 150 കിലോമീറ്റർ ഒരു പൈപ്പ് ലൈനിലൂടെ ഇവിടെ ഒരു ചെക്ക് ഡാം പണിതിട്ട് ഒരു പൈപ്പ് ലൈനിലൂടെ ഈ വെള്ളം മധുരയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനുവേണ്ടിയിട്ടാണ് ഇത്രയും കോടി രൂപ മുടക്കി ഇവരൊരു പുതിയ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെയൊക്കെ അറിയിക്കാത്തതിൻ്റെ ഒരു കാര്യം കൂടെ ഉണ്ട്. അതിലേക്ക് ഞാൻ വരാം. ആദ്യം എങ്ങനെയാണ് ഒരു വെള്ളം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറയാം. ഇവിടുന്ന് 94 കിലോമീറ്റർ അകലെയുള്ള പന്നൈപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരിക്കും ആദ്യം ഇവിടുന്ന് പൈപ്പ് ലൈൻ ഇടുക. 96 കിലോമീറ്ററോളം ഉണ്ട്. അത്രയും ദൂരത്തേക്ക് ഈ വെള്ളം കൊണ്ടുപോയിട്ട് ഈ പന്നൈപ്പട്ടിയിലെ ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അത് നിർമ്മിച്ചതിന് ശേഷം അവിടുന്ന് 54 കിലോമീറ്റർ അകലെയുള്ള 54 കിലോമീറ്റർ അകലെയുള്ള മധുരൈ നഗരത്തിലേക്ക് വെള്ളം ശുദ്ധീകരിച്ച് കൊണ്ടുപോവുക. അതുകൂടാതെ നിലവിൽ മധുരയിലുള്ള പൈപ്പ് കണക്ഷനിൽ നിന്നും 2,80,000 പുതിയ പൈപ്പ് കണക്ഷനും കൂടി നിർമ്മിച്ചുകൊണ്ട് ഈ വെള്ളം മധുരൈ നഗരത്തിലേക്ക് കൂടുതലായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത്. നിലവിൽ തമിഴ്നാട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന് പുറമെയാണ് അവർ പ്രതിദിനം 125 ദശലക്ഷം ലിറ്റർ വെള്ളവും കൂടി അവരെടുക്കാൻ പോകുന്നത്. അപ്പോൾ അത്രയും കൂടുതൽ വെള്ളവും കൂടി അവർ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പം അത് ഏത് തരത്തിൽ നമ്മളെ ബാധിക്കും. ഇത് ഇതിൻ്റെ ചെറിയൊരു തുടക്കത്തിലുള്ള ഡീറ്റെയിലിംഗ് മാത്രം അദ്ദേഹം പറഞ്ഞതാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മധുരൈ കോർപ്പറേഷൻ്റെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ മുല്ലപ്പെരിയാർ വാട്ടർ സപ്ലൈ പാക്കേജ് 1, 2 എന്ന് പറയുന്നത് ഇതിന് 3-4 ഫേസുകളുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് അവർ കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ നിങ്ങൾ അമൃത് പദ്ധതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മുല്ലപ്പെരിയാർ ഡ്രിങ്കിങ് വാട്ടർ സ്കീം എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ. ടൈംസ് ഓഫ് ഇന്ത്യയിലടക്കം കൃത്യമായിട്ടുള്ള ഡീറ്റെയിലിങ്ങുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മധുരൈ സിറ്റിക്ക് 24/7 വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് 2025 ലാസ്റ്റോട് കൂടിയിട്ട്, അതായത് അടുത്ത വർഷം ലാസ്റ്റോട് കൂടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് എല്ലാം തുടങ്ങി. അവർ വാട്ടർ ടാങ്കുകൾ ഉണ്ടാക്കി மதுரை டவுனில் டேப் கனெக்ஷன்ஸ் ஃபுல்லு கம்ப்ளீட்லி கொடுத்து. இப்போ நம்ம எங்கே இருக்கோம் அப்படின்னா பெரியார் பஸ் ஸ்டாண்ட், நம்ம நெஞ்சிரா காலேஜ் பாலம் டுவர்ட்ஸ் திருப்பூர்லேருந்து வரக்கூடிய பாலத்துலேருந்து இறங்கும்போது லெஃப்ட் சைடில் பார்த்தீங்கன்னா ஒரு மிகப்பெரிய பிரம்மாண்டமான ஓவர் டேங்க் ஒன்று கட்டிக்கிட்டு இருக்காங்க, ரொம்ப நாளாக கட்டிக்கிட்டு இருக்காங்க. இது வந்து பார்த்தீங்கன்னா முல்லை பெரியாறு வாட்டர் வந்து மதுரைக்கு வரக்காண்டு ஒரு ப்ராஜெக்ட் ஆரம்பிச்சு 2018 இம்ப்ளிமெண்டேஷன் இன்ஸ்டாலேஷன்ஸ் இந்த மாதிரி, அதாவது
பைப் லைன் இன்சுலேஷன் இந்த மாதிரி எல்லாம் போயிட்டுருக்கு. ஸோ இந்த இயர் எண்டுக்குள்ளே இது முடிச்சிருவாங்க அப்படின்னு சொல்கிறாங்க. இது வந்து கொண்டு வரனால மதுரைக்கு வந்து 24 மணி நேரம் தண்ணீர் கொடுக்க முடியும் அப்படின்னு சொல்லியிருக்காங்க. கிட்டத்தட்ட மதுரையில் 30க்கும் மேற்பட்ட இது மாதிரி உயர்மட்ட நீர் தொட்டிகள் வந்து கட்டிக்கிட்டு இருக்காங்க. நான் பார்த்த வரைக்கும் சொல்கிறேன். ஃபார் எக்ஸாம்பிள் வந்து பார்த்திங்கன்னா பெரியார் பஸ் ஸ்டாண்டில் இது ஒன்று, அதுக்கப்புறம் வந்து குருவிக்காரன் சாலை பாலத்து பக்கத்தில் ஒன்று, ஆப்போசிட்டில் A1 பார் பேக் சைடில் ஒன்று, அதுக்கப்புறம் அனுப்பாண்டி ஹவுசிங் போர்டில் ஒன்று, அண்ணா நகரில் கோல்ச்சா காம்ப்ளெக்ஸ் ஆப்போசிட்டில் போனீங்கன்னா ஒரு வடை கடை ஒன்று இருக்கும், ஃபேவரட்டாக வந்து மசாலா வடை போடுவாங்க. அதுக்கு பேக் சைடில் சுகாதார நிலையத்துக்கு பின்னாடி ஒன்று கட்டுறாங்க. இது போக வந்து பார்த்திங்கன்னா பழங்கானத்தம், திருப்பாலை, திருநகர் இந்த மாதிரி எக்கச்சக்கமான 10க்கும் மேற்பட்ட இடங்களில் வந்து கட்டுறதுக்கு அனுமதி கொடுத்துட்டாங்கன்னு இருக்காங்க. திருநகர், திருப்பரங்குன்றம், பழங்கானத்தம், திருப்பாலை, மாட்டுத்தாவணி, கோச்சடை, டிவிஎஸ் நகர், அதுபோக ஹைகோர்ட் பக்கத்தில் வெள்ளக்கல், MMC காலனி, இங்கே எல்லாமே கன்ஸ்ட்ரக்ஷன் ஆரம்பித்து சக்ஸஸ்ஃபுல்லாக போய்கிட்டு இருக்குது அப்படின்னு சொல்லியிருக்காங்க. இன்கேஸ் உங்கள் ஏரியாவில் இந்த மாதிரி ஒரு கன்ஸ்ட்ரக்ஷன் கட்டிக்கிட்டு இருக்காங்க அப்படின்னா மறக்காமல் கமெண்ட்டில் போஸ்ட் பண்ணுங்கள், நாங்களும் அதை தெரிஞ்சுக்கிறோம். ஓகே, இப்போ இந்த ப்ராஜெக்ட்னால நம்ம மதுரை மக்களுக்கு வந்து பார்த்தோன்னா 24 hours വാട്ടർ கிடைக்க പോകുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇത് മുല്ലപ്പെരിയാറിൽ നിന്ന് ഓൾറെഡി കൊണ്ടുപോകുന്ന വെള്ളം തമിഴ്നാട് എടുക്കുന്ന പൈപ്പുകളിലെ സെയിം അതിൽ തന്നെയാണ് അവരിത് എന്ത് ചെയ്തിട്ടുള്ളത്, ജോയിൻ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കേരളത്തിന് ഇനി പുതുതായിട്ട് ഇവർ വെള്ളം കൂടുതൽ എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി വേറെ എന്തെങ്കിലും ഗിമിക്ക് ചെയ്തു എന്നുള്ളതൊന്നും കോടതി പോയി പറയാൻ പറ്റില്ല. ബട്ട് ഇവർ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്ന വെള്ളത്തിൻ്റെ അളവ് ഒന്ന് കൂട്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പ്രൊജക്റ്റ് ഓണാക്കുന്നുണ്ട്. സോ മുല്ലപ്പെരിയാർ റിലേറ്റഡ് ആയിട്ട് ഓൾറെഡി അഗ്രികൾച്ചറും ഇലക്ട്രിസിറ്റിയും ഒന്നും അല്ലാതെ ഇവരിതിന്ന് കൂടുതൽ പ്രൊജക്റ്റുകൾ അവിടെ 1500-ഉം 1600-ഉം കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് തമിഴ്നാട് ഗവൺമെൻറ് ഈ മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം കണ്ടിട്ട് ഓരോ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. വെള്ളം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുള്ള ആളുകളുടെ വികാരമാണ്. ഈ വെള്ളം എന്ന് പറഞ്ഞ് മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇവർ ഈ സ്കീമുകൾ ഉണ്ടാക്കുന്നത്. അത് അവർ വോട്ടാക്കി മാറ്റുന്നത്. സോ അവർക്ക് അവിടെ അവരുടെ ജനങ്ങളോട് പറയാൻ പറ്റുമോ, കേരളത്തിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ കഷ്ടത്തിലാണ്, ഡാം പൊട്ടിക്കഴിഞ്ഞ് ഇത്ര ആൾ മരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വെള്ളം വികാരമാണ്. അവരെന്താ പറയുക, നമുക്ക് വെള്ളം കിട്ടണം, അത്രേ അവർക്കുള്ളൂ, വേറെ ഒന്നുമില്ല. അത് വോട്ടാക്കണം അവർക്ക്. അല്ലാതെ കേരളത്തിലെ ജനങ്ങളെ പ്രശ്നമൊന്നും തമിഴ്നാട്ടിലുള്ള ഒരു രാഷ്ട്രീയക്കാരും പോയിട്ട് അവിടെയുള്ള ആളുകളോട് പറയില്ല. ഇവിടെ നമ്മളെ ഗവൺമെൻറ് എന്താ ശരിക്കും ചെയ്യണ്ടേ, നമ്മളെ ഗവൺമെൻറ് നമ്മളെ ആളുകളുടെ സേഫ്റ്റിയാണ് നോക്കണ്ടേ. ഇവിടെ വെറും 1500 കോടി ഡാം ഉണ്ടാക്കുന്ന പൈസ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ 1600-1700 കോടീൻ്റെ പ്രൊജക്റ്റാണ് മുല്ലപ്പെരിയാറിൻ്റെ പേരിൽ അവരുണ്ടാക്കുന്നത്, മുല്ലപ്പെരിയാറിൻ്റെ വെള്ളവും പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് തന്നെ നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ പോരെ. എന്താണ് ഇവിടെ തമിഴ്നാട് ഗവൺമെൻറ് ഈ ഡാം പൊളിക്കാനോ അല്ലെങ്കിൽ പുതിയ ഡാം പണിയുന്നത്, പുതിയ ഡാം പണിയുമ്പോഴും ഇവർക്ക് പ്രശ്നമാണ്. കാരണം ഈ ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുപോകാൻ പറ്റില്ല. 5 വർഷമാണ് പുതിയ ഡാം ഉണ്ടാക്കാനുള്ളൊരു ടൈം പറയുന്നത്. ഈ 5 വർഷവും തമിഴ്നാടിന് ഈ ഡാമിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അവരുടെ ഈ പ്രൊജക്റ്റൊക്കെ ബ്ലോക്കാവും. തമിഴ്നാട്ടിലുള്ളവരെ വീണ്ടും അവരെന്താവും ആ ഒരു ഇമോഷണൽ സാധനത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കേണ്ടി വരും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, സ്ട്രൈക്കും കാര്യങ്ങളും തുടങ്ങും, അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും. അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ മലയാളികളുടെ കുറേ ഇൻഡസ്ട്രീസ് ഉണ്ട് അവിടെ, മലയാളികളുടെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട് അവിടെ, അതൊക്കെ പ്രശ്നമാവും. ഇപ്പോൾ കാവേരി പ്രശ്നം തമിഴ്നാടുമായിട്ട് കർണാടകയൊക്കെ വരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ് ബാംഗ്ലൂർ. അവിടെ വരുന്ന TN വണ്ടികളടക്കം എന്ത് ചെയ്യും, പ്രശ്നമാവും. അല്ലെങ്കിൽ അവിടുന്ന് ഇപ്പുറത്തേക്ക് വരുന്ന കർണാടക വണ്ടി അടക്കം പ്രശ്നമാക്കും അവർ. അവിടെ അങ്ങനെയാണ്, അവർ ഒറ്റ ബുദ്ധി അങ്ങനെ ചിന്തിക്കൂ, കൂടുതലൊന്നുമില്ല, വണ്ടിയൊക്കെ കത്തിച്ചളയും ചിലപ്പോൾ. അപ്പം ഈ ഒരു സംഗതി മുല്ലപ്പെരിയാർ ഡാം റിലേറ്റഡ് ആയിട്ട് വലിയ വലിയ പ്രൊജക്റ്റുകളാണ് തമിഴ്നാട് ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതുകൊണ്ടും. കേരളത്തിലാകെ ചെയ്യുന്നതെന്താ, മുല്ലപ്പെരിയാർ ഡാം നോക്കിയിട്ട് കുറച്ച് ടൂറിസം, ഇതല്ലേ ചെയ്യുന്നുള്ളൂ. ഇതിലും കൂടുതലൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പം നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്താ, മുല്ലപ്പെരിയാർ ഡാം അല്ലാതെ വേറൊരു ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ കണ്ടുപിടിച്ച് തമിഴ്നാട്ടിലേക്ക് വെള്ളം എത്തിക്കുന്ന രീതിയിൽ ഒരു ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ നമ്മളാണ് ഇത് ശരിക്കും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണോ. ഞാനതല്ല, ഇവിടുത്തെ ഏറ്റവും വലിയ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഒരു ചിന്തിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളം എങ്ങാണ്ട് ഈ പാട്ടക്കരാറിൻ്റെ സാധ്യത തേടി വീണ്ടും ചെല്ലുമ്പോൾ ഓക്കെ തമിഴ്നാട് ഗവൺമെൻറ് അവിടെയായിരിക്കും പേടി. കാരണം ഇത് വേറെ ഏതെങ്കിലും ഒരു സോഴ്സിലൂടെ തമിഴ്നാട്ടിലേക്ക് വെള്ളം എത്തിക്കുന്ന രീതിയിൽ കേരളം ചിന്തിച്ചാൽ പുതിയൊരു കരാർ വരും. ആ കരാറിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇപ്പം അത്ര ഈസി ആയിരിക്കില്ല. ഇവർക്ക് എത്രത്തോളം ലാഭം ഉണ്ടാക്കാനും പറ്റില്ല. കേരളത്തിന് പൈസ കൊടുത്തേ പറ്റൂ എന്നുള്ള അവസ്ഥയും വരും. അപ്പം അങ്ങനെ ഒരു കരാറിലേക്ക് കേരളത്തിനെ കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് തമിഴ്നാടിൻ്റെ മെയിൻ പരിപാടി. പിന്നെ മാക്സിമം ഇവിടുന്ന് മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം അങ്ങോട്ട് എത്തിക്കേണ്ടത് ഏറ്റവും പെട്ടെന്ന് എത്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം മഴ കൂടുതലായിട്ട് വരുമ്പോൾ ഇവർ കൊണ്ടുപോട്ട വെള്ളം, ഞാൻ പറയുമ്പോൾ ആ ഡാമിലുള്ള കംപ്ലീറ്റ് വെള്ളം വേണമെങ്കിൽ കൊണ്ടുപോയിക്കും, പ്രശ്നമില്ല. ഇവിടെയുള്ള മനുഷ്യന്മാരുടെ ജീവനും സ്വത്തിനും സുരക്ഷ തന്നാമതി, വേറെ സ്കീമൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ അത് ചെയ്യുന്നതിന് പകരം ഈ ഡാം
സ്ട്രെങ്തനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ടെന്നും ഈ ഡാമിനകത്തുള്ള വെള്ളത്തിൻ്റെ ജലനിരപ്പ് ഈ പറഞ്ഞ 142 അടിയിൽ തന്നെ വെച്ചിരിക്കണം എന്നും മഴ പെയ്യുന്ന സമയത്ത് ഇത് 152 അടി ആയാലും കുഴപ്പമില്ല, ഇത് സ്ട്രെങ്തനിങ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് സുപ്രീം കോടതിയിൽ പറഞ്ഞ് ധരിപ്പിച്ചിട്ട് ഈ 152 അടി ആകുമ്പോഴത്തേക്ക് അവർക്ക് മാക്സിമം വെള്ളം കൊണ്ടുപോയിട്ട് വൈഗ നദിയിൽ എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്ത് വെക്കാം. വൈഗ പ്രൊജക്റ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അവിടെ ചെക്ക് ഡാമും കാര്യങ്ങളും ഉണ്ടായിട്ട് അവർക്ക് എന്താ ഈ മധുര പ്രൊജക്റ്റ് പോലത്തെ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 142 ആക്കി വെക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അവരേറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് ഡിഫെൻഡ് ചെയ്ത് ജയിക്കാൻ കേരളത്തിന് പാടാണ്, അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ കേരളം പോലും. കേരളം എത്ര കോടി രൂപയാണ് ഈ ഒരു മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ പോകാൻ ഇവർ ചിലവാക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് കണക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം. ലക്ഷവും കോടിക്കണക്കിന് രൂപയാണ് ഇവിടുത്തെ കുറേ അഡ്വക്കേറ്റ്സിനും കുറേ ഇതിൻ്റെ സിസ്റ്റമായിട്ട്, അതായത് ഇതിൻ്റെ സർവേക്കും കാര്യങ്ങൾക്കും ഇതിൻ്റെ ചെക്കിങ്ങിനും കാര്യങ്ങൾക്കും വരുന്ന ഓഫീസർക്കൊക്കെ ആയിട്ട് കേരളം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന് വല്ല റിസൾട്ടും ഉണ്ടോ? ഒരു റിസൾട്ടും ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ മേജർ വലിയ മാസീവ് പ്രൊജക്റ്റുകൾ അപ്പുറത്തെ സൈഡിൽ ഈ പറഞ്ഞ തമിഴ്നാട് ഗവൺമെൻറ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കേരള ഗവൺമെൻറ് ഒരു 1500 കോടീൻ്റെ പുതിയ ഡാമെന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അത് കോടതിയിൽ നിൽക്കൂല, ഉറപ്പാണ്. അപ്പം അവിടെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയി 2025 ആകുമ്പോഴത്തേക്ക് മുല്ലപ്പെരിയാറിലെ വെള്ളം തമിഴ്നാട് മധുര സിറ്റിയിലുള്ള ജനങ്ങൾക്ക് എത്തുന്നു. മുല്ലപ്പെരിയാറിലെ വെള്ളം തമിഴ്നാട്ടിലെ അഗ്രികൾച്ചർ ലാൻഡിലെത്തുന്നു. മുല്ലപ്പെരിയാറിലെ വെള്ളം അവർ വിൽക്കുന്നത്, തമിഴ്നാട്ടിലെ രാഷ്ട്രീയക്കാർ വിൽക്കുന്നത് മുല്ലപ്പെരിയാറിലെ തണ്ണി. ഇതാണ് വോട്ടിന് വേണ്ടി വിൽക്കുന്നത്. ഇതിൻ്റെ പേരിലാണ് പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുന്നത്. അതിവിടെ ഒരു ഡാം ഉണ്ടാക്കാനുള്ള പൈസേനേക്കാൾ കൂടുതലാണ് അവിടെ പ്രൊജക്റ്റുകൾ അവർ കെട്ടിപ്പൊക്കി ഉണ്ടാക്കുന്നതും അത് വോട്ടാക്കി മാറ്റുന്നതും. ഇവിടെ ഗവൺമെൻറ്റിനും ആളുകൾക്കും ഒരു ലാഭവും ഇല്ല, നഷ്ടം മാത്രമേ ഉള്ളൂ. പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവൻ പോണത് നമ്മളത്, സ്വത്ത് പോണത് നമ്മളത്, ഇല്ലാതാവുന്നത് നമ്മളെ നാട്. അപ്പം ഇതിനൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ നമ്മൾ ചിന്തിച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. അപ്പോഴാണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടത്, ഇതും കൂടി ഞാൻ വായിച്ചു തരാം. ഓക്കെ, ഇത് ബിസ്മില്ല കടക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഇട്ട പോസ്റ്റാണ്. മുല്ലപ്പെരിയാർ ഡാം ഇടുക്കി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ അണക്കെട്ടും റിസർവോയറുമായ പമ്പ കക്കി ഡാമിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം നൽകുകയും കേരളത്തിൻ്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന മുല്ലപ്പെരിയാർ ഡാം വീതിയെ എത്രയും വേഗം അവസാനിപ്പിക്കേണ്ടതുമാണ്. പഴകി പൊളിഞ്ഞ മുല്ലപ്പെരിയാറിനേക്കാൾ 7 ഇരട്ടി വലുപ്പവും അതിലേറെ ജലസംഭരണ ശേഷിയുമുള്ള പമ്പ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കി അണക്കെട്ട് മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോകുന്നതിനേക്കാൾ കൂടുതൽ ജലം കക്കി അണക്കെട്ടിൽ നിന്നും ആവശ്യമെങ്കിൽ അവർക്ക് നൽകാവുന്നതാണ്. പമ്പ നദിയിലെ വെള്ളപ്പൊക്ക ഭീഷണിയും ഇടുക്കി അണക്കെട്ടിലെ ജലക്ഷാമവും എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശ്ശൂർ ജില്ലകൾക്ക് മേൽ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഉണ്ടാകുന്ന ഭീഷണിയും ഇതിലൂടെ പൂർണ്ണമായും ഇല്ലാതാക്കാം. മുല്ലപ്പെരിയാറിനേക്കാൾ ഉയരത്തിലുള്ള കക്കി അണക്കെട്ടിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പുകളിലേക്ക് 50 കിലോമീറ്റർ കണക്ഷൻ നൽകിയാൽ മാത്രം മതിയാകും. പുതിയ അണക്കെട്ടോ വനനശീകരണമോ പ്രകൃതി വിഭവങ്ങളുടെ കൂടുതൽ ചൂഷണമോ ഒന്നും കൂടാതെ രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇത് നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പോസ്റ്റ് ഇട്ട ആൾ പറയുന്ന കാര്യം വളരെ ക്ലിയറാണ്. കക്കി അണക്കെട്ടിൽ നിന്ന് വെള്ളം അങ്ങോട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇതൊക്കെ കൊടുക്കുമ്പോഴും ഇങ്ങനൊരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കുമ്പോഴും പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചെങ്കിൽ പുതിയൊരു കരാറ് വയ്ക്കും കേരളവും തമിഴ്നാടും. ആ കരാർ എന്ന് പറയുമ്പോൾ കേരളത്തിന് എന്താണെങ്കിലും ബെനിഫിറ്റ് ഉള്ള രീതിയിൽ ആ കരാർ വയ്ക്കാൻ പറ്റും. കാരണം നമ്മളാണ് വെള്ളം കൊടുക്കുന്നത്. അത് തമിഴ്നാടിന് പറ്റില്ല. പിന്നെ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞൊരു വികാരമുണ്ട്, മുല്ലപ്പെരിയാറിലെ തണ്ണി. അതൊരു വികാരമാണ് എപ്പോഴും തമിഴിന്. ആ വികാരം ചൂഷണം ചെയ്ത് വോട്ടാക്കാൻ അവിടുത്തെ രാഷ്ട്രീയക്കാരെ കൊണ്ട് നടക്കൂല. പിന്നെ അങ്ങോട്ട് അതാണ് പ്രശ്നം സംഭവിക്കുക. അപ്പം അങ്ങനത്തെ വിഷയമുള്ളത് കൊണ്ട് ഇവർ മാക്സിമം തമിഴ്നാട് ഗവൺമെൻറ്റും മാക്സിമം പുതിയൊരു ഡാം എന്നുള്ളത് എതിർക്കും. കാരണം അവരുടെ വലിയ പ്രൊജക്റ്റുകളുടെ അത്ര പോലും പൈസ അവിടെ പുതിയൊരു ഡാമിന് കേരളം കാണുന്നില്ല. അവർ ഓൾറെഡി പ്രൊജക്റ്റ് ഇട്ട് പരിപാടി തുടങ്ങി. അവരാ വികാരം വിറ്റു, വോട്ടാക്കി മാറ്റി തമിഴ്നാട് ഗവൺമെൻറ്. മാറി വരുന്ന എല്ലാ തമിഴ്നാട് രാഷ്ട്രീയക്കാരും ഇത് വിറ്റ് വോട്ടാക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ള രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും കണക്കോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഈ അഡ്വക്കേറ്റ് റസൽ ജോയിനെ പോലുള്ളവരൊക്കെ വന്നിട്ട് വീഡിയോയിൽ പറയുന്ന കാര്യം മാത്രമേ നമുക്കറിയൂ. അവിടെ പോയിട്ട് പൈസ മേടിച്ചു, അവിടെ പോയി അവർ പൈസ വാങ്ങുന്നു. ഈ പൈസ വാങ്ങുന്ന കാര്യം അഡ്വക്കേറ്റ് ജേക്കബ് പുളിക്കൽ, അഡ്വക്കേറ്റ് റസൽ ജോയ്, ഇവരൊക്കെയാണ്
ഈ തമിഴ്നാട്ടിൽ പോയിട്ട് നമ്മുടെ രാഷ്ട്രീയക്കാർ പെട്ടി നിറച്ച് പൈസ വാങ്ങുന്നു, സ്ഥലം വാങ്ങുന്നു, അങ്ങനെ ഈ മുല്ലപ്പെരിയാറിൽ കണ്ണടച്ചു കൊടുക്കുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ അവരിതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് വിട്ടിട്ടില്ല. പക്ഷെ ഒരു കോമൺ ലോജിക്ക് വെച്ച് ചിന്തിക്കുമ്പോൾ ഇത്രയും കാര്യം നോക്കുമ്പോൾ, അതായത് 1600-1700 കോടീൻ്റെ പ്രൊജക്റ്റ് മുല്ലപ്പെരിയാറിൻ്റെ പേരിൽ തമിഴ്നാടിന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി ഇവിടെ മിണ്ടാതിരുത്താൻ വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാർക്ക് പൈസ കൊടുക്കാനാണ് അവർക്ക് പണി. മീഡിയക്കാർക്കും രാഷ്ട്രീയക്കാർക്കൊക്കെ ഒരു പൈസ കൊടുക്കില്ലേ? കൊടുക്കും. അതാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞത് ഇതാണ് തമിഴ്നാടിനുള്ള ലാഭം, കേരളത്തിലുള്ള പലരും മിണ്ടാതിരിക്കാനുള്ള കാരണം. കാരണം ചില്ലറ പ്രൊജക്റ്റ് അല്ല മുല്ലപ്പെരിയാർ ഡാം വെച്ചിട്ട് തമിഴ്നാട് ഉണ്ടാക്കുന്നതും. പിന്നെ ഇമോഷൻ, മുല്ലപ്പെരിയാറിലെ തണ്ണി, ഈ ഇമോഷൻ കൃത്യമായി തമിഴ്നാടിന് സെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ഇമോഷൻ ഇല്ല. മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞ് ഇവിടെ ഇപ്പോഴും ചിലരുടെ ധാരണ എന്താ അറിയോ, പൊട്ടൂല, പൊട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ, ഈ ചിന്തയാണ്. അവർക്കുള്ള ഒരു യൂണിറ്റി ഒന്നും നമുക്കില്ല. അതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം.